നമ്മുടെ വീടിന്റെ അടുത്തൊരു കുളമുണ്ട്. അനങ്ങന്മലയുടെ ചോട്ടിൽ അടിപൊളിയായിട്ട് എത്രയോ കോടി രൂപയുടെ ചിലവാക്കിയ ഒരു കുളം കുത്തിയിട്ടുണ്ട്. ആ കുളം കാണാൻ വേണ്ടിയിട്ട് പോവുക. കുറേ ദിവസമായി പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ഒപ്പം പോകുന്നത്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ട്രൗസറാണ് യൂസ് ചെയ്യുക, പാൻറ്റ് യൂസ് ചെയ്യില്ലേ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ പാൻറ്റ് യൂസ് ചെയ്യും. അതുപോലെ റിസപ്ഷൻ അങ്ങനെ അല്ലെങ്കിൽ പരിപാടിക്ക് പോകുമ്പോൾ, പിന്നെ സത്യം പറഞ്ഞ പോലെ മരണ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പാൻറ്റ് യൂസ് ചെയ്യുള്ളൂ ഒന്നാമത്തെ ദിവസം. അത് വേണമെങ്കിൽ എൻ്റെ അമ്മടത്ത് വെച്ചോ. അല്ല അമ്മ, ഞാൻ എപ്പോഴും പാൻറ്റ് യൂസ് ചെയ്യുമോ? എപ്പോഴും ഞാൻ ട്രൗസറാണ് യൂസ് ചെയ്യൽ. അപ്പോൾ മഴ ചാറാൻ തുടങ്ങി, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മുടെ ഓഫീസിൽ കുറച്ച് നേരം കയറിയിരുന്നു. മഴ പെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ രണ്ടാളും കൂടി വരുന്നുണ്ട് നമ്മുടെ ഒപ്പം കേട്ടോ. അങ്ങനാടി പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത് കേട്ടോ. ഈ കുളത്തെ കുറിച്ച് ഒത്തിരി നിങ്ങൾ റീൽസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 6 കിലോമീറ്ററിലും കേട്ടോ. അങ്ങോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ല, കണ്ടാൽ തന്നെ അറിയാലോ. കറക്റ്റ് അനങ്ങന്മാരുടെ ചോട്ടിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിറക്കാണ്. ജസ്റ്റ് ഞാൻ എന്തായാലും ഇറങ്ങണില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ട്, ഏതാ ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വരാം. ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. ഞങ്ങളുടെ മാനങ്ങന്മല എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇപ്പോഴും നീണ്ടു കിടക്കുകയാണ്. വീഡിയോസ് ചെയ്യാൻ ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് കൂടി എടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എനിക്ക് നീന്തൊക്കെ അറിയോ ഇല്ലേന്ന്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് കുളിക്കില്ല എന്നാണ്. പിന്നെ വീട് അടുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഒരുത്തിന് നീന്തൊക്കെ അറിയില്ല. അപ്പോൾ അവൻ ആ കെട്ടിയിൽ വേണം നീന്താൻ വെച്ചാൽ. ഞാൻ അത് ആരാന്ന് പറയുന്നപ്പോൾ പറഞ്ഞിറങ്ങക്ക്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, അപ്പോൾ പൊറുക്കണം. നല്ല മഴ പെയ്തു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുളിച്ചേ പറ്റുള്ളൂ. കുറേ കാലമായി വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. നീന്തണോ? അതിലൊരു നീന്തലിന് നമ്മൾ ഓരോ ഐറ്റങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് ക്യാമ്പിന് പോയിട്ടാണ്, നീന്തൽ ക്യാമ്പിന്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ, അങ്ങനെ ഓരോ നീന്തൽ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നീന്തലാണ് ബട്ടർഫ്ലൈ പറഞ്ഞൊരു ഐറ്റം. ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് കൈ വെക്കാനുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രസമുണ്ടോ?